ഭൈരവ മീഡിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങം രാശിക്കാർക്ക് ഈ വരുന്ന രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതായത് 2025-27 കാലഘട്ടങ്ങളിലേക്കുള്ള ആ ഒരു കണക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. ഇപ്പോൾ ശനിയുടേതായ മാറ്റം ഒക്കെ സംഭവിച്ചിരിക്കുന്നു. അഷ്ടമ ശനിയുടെ കാലത്തിലേക്കാണ് നിങ്ങളുടേതായ ഈ ഒരു കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശനി ഭഗവാനാണ് ഏറ്റവും അധികം കാലതാമസം എടുത്ത് രാശി വിട്ടു മാറുന്ന ഒരു ഗ്രഹം. അപ്പോൾ ശനിയുടേതായ മാറ്റങ്ങൾ ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും പ്രഭാവങ്ങളൊക്കെ നൽകുക. വളരെ അധികം ശ്രമകരമായ തീരുമാനങ്ങളുടെ മാത്രമായിരിക്കും ശനി ഭഗവാൻ ഒരു നല്ല ഇതൊക്കെ തരിക, നല്ല കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു വഴി തരിക. ശനി വന്ന ഉടൻ തന്നെ ഒരിക്കലും ഒരു കാര്യങ്ങളും ചെയ്യില്ല. എന്നാൽ രാഹു കേതു അങ്ങനെയല്ല. അവർ 1.5 വർഷം കൂടുമ്പോൾ തന്നെ അവരുടേതായ രീതിയിൽ രാശി വിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ ഈ കാലഘട്ടം 2025-27 കാലഘട്ടം രാഹുവിന്റെയും കേതുവിന്റെയും മാറ്റമൊക്കെ എല്ലാ രാശിക്കാർക്കും വളരെ നിർണായകമാണ്. ഒപ്പം തന്നെ ഈ ഗുരു ഭഗവാൻ, അതായത് വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെതായ മാറ്റവും നമുക്ക് വളരെയധികം നല്ല ഫലങ്ങളും അതുപോലെ മോശം ഫലങ്ങളും നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടേതായ ഒരു ഫലം വച്ചിട്ടാണ് ഇപ്പൊ ശനിയുടേതായ മാറ്റത്തിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ നീക്കേണ്ടത്, എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കേണ്ടത്. ഇപ്പൊ രാഹു കേതു എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാല് അവര് നമുക്ക് എന്തെങ്കിലും ഉള്ള കാര്യത്തിനെ ഇല്ലായ്മ ചെയ്തിട്ട് പോകും, ഇല്ലാത്തതിനെ തന്നിട്ട് പോവുകയും ചെയ്യും. അതാണ് രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായ പ്രത്യേകത. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വരുന്ന മെയ് മാസം 18-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടിയൊക്കെ തന്നെയാണ് രാഹുവിന്റെയും കേതുവിൻ്റെതായ ഒരു മാറ്റമൊക്കെയും സംഭവിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിന് മുന്നേ തന്നെ വളരെയേറെ കരുതൽ എടുക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഒരു 70% നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രയോജനകരമായ രീതിയിൽ ഉണ്ടാവും. അതായത് മോശമാണെങ്കിലും നന്മയാണെങ്കിലും അത് അങ്ങനെ തന്നെ വരും. മറ്റ് 30% എന്ന് പറയുമ്പോൾ നിങ്ങളുടേതായ സ്വന്തം ജാതകത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ എവിടെയൊക്കെ സഞ്ചാരം നടത്തുന്നു അതിനനുസൃതമായിട്ടായിരിക്കും നിങ്ങൾക്ക് നന്മയും തിന്മയും ഒക്കെ ലഭിക്കുക. ഇപ്പൊ നല്ല രീതിയിലൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ രാഹു അതിനെ മൈനസ് ആക്കി കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഇതൊക്കെ അവിടെ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇവരെപ്പോഴും നെഗറ്റീവ് ചിന്താഗതിക്കാരായതുകൊണ്ട് തന്നെ എന്തിനേയും നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ കുറെ കാലം തൊട്ട് വളരെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇല്ലാത്തതിനെ നൽകുന്ന സാഹചര്യമായിരിക്കും അവിടെ വരിക. കാലചക്ര രാശിയുടെ 5-ാം രാശിയായിട്ടാണ് ചിങ്ങം രാശി വരുന്നത്. അപ്പോൾ ചിങ്ങം രാശിക്കാരൊക്കെ മറ്റുള്ളവർക്കൊക്കെ വളരെയധികം നന്മകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നല്ല പ്രസൻസോടു കൂടിയൊക്കെ മുന്നിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച് ഒക്കെ ജീവിക്കുന്നവർ തന്നെയാണ്. അതിൽ ഉയർന്ന നിലവാരത്തിലുള്ള വ്യക്തികളുണ്ടാവും, അതുപോലെ തന്നെ വളരെ താഴ്ന്ന നിലവാരത്തിൽ. പക്ഷേ രണ്ടുപേരുടെയും മനോഭാവമൊക്കെ തുല്യം തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലരുടെയും ലഗ്നവശാലുള്ള വ്യത്യാസത്തിൽ ചിലർ നല്ല രീതിയിൽ ഇരിക്കുന്ന സാഹചര്യവും ചിലർ മോശം അവസ്ഥയിലിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അത് 12 രാശികൾക്കും അങ്ങനെ തന്നെയാണ്. 12 ലഗ്നത്തിനും 12 വിധമായ ഭാവ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ശനിയുടേതായ മാറ്റത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മോശ കാര്യങ്ങൾ സംഭവിക്കും. അഷ്ടമ ശനി നമ്മളെ 8 വിധത്തിൽ ചുറ്റിക്ക് ചിന്താഗതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നന്മകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ, തൊഴിൽപരമായ മുന്നേറ്റങ്ങളോ, ഇത് ശനിയെ കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ ഗുരുവിൻ്റെതായ മാറ്റം, അത് വ്യാഴത്തിൻ്റെതായ മാറ്റം കൂടി വരുമ്പോൾ നമുക്ക് കുറെ കാലമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വർഷമെങ്കിലും നമുക്ക് അങ്ങനെ അതിനുള്ള സാധ്യതകൾ കുറെ കാലമായി ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നടക്കാനുള്ള സാധ്യതകളുണ്ടോ, അതാണ് വ്യാഴന്റെ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പൊ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് ശനിയും വ്യാഴനും നൽകുന്ന കാര്യങ്ങളെ രണ്ടും മിക്സ് ചെയ്ത് അതിനെ തുല്യതയോടുകൂടി നമുക്ക് നൽകുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാത്തതിനെ ഉണ്ടാക്കി തരും, ഉള്ളതിനെ നശിപ്പിക്കും. ഇതാണ് രാഹു കേതു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ വരുന്ന 1.5 വർഷക്കാലം എങ്ങനെയായിരിക്കും? ഇപ്പോ ഈ വരുന്ന മാറ്റം, രാശിമാറ്റം, അതായത് രാഹുവിൻ്റെതായ കേതു ഇപ്പോൾ നിങ്ങളുടേതായ ജന്മ രാശിക്കുള്ളിൽ തന്നെയാണ് വരുന്നത്. അതിന്റെ നേരെ 7-ാം ഭാവത്തിലേക്കായിട്ടാണ് രാഹുവിൻ്റെതായ ഈ ഒരു സഞ്ചാരവും വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിൽ തിടുക്കമായി എന്തെങ്കിലും ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാവും, അത് നിങ്ങൾക്ക് നേർ വിപരീതമായി വരുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത കാര്യത്തിൽ എന്തെങ്കിലും വഴികളൊക്കെ പറഞ്ഞു പോയാലും
അതിനെ സമാധാനപരമായിട്ട് അതിനെ മനസ്സിലാക്കി കൊണ്ടുവരാനുള്ള സാഹചര്യം നിങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്ന സാഹചര്യമായിരിക്കും. കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ തന്നെയും നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി പറയുന്ന മറുപടികൾ കുടുംബ കലഹത്തിന് വഴിയുണ്ടാക്കുകയും ചെയ്യും. ചന്ദ്രൻ എവിടെ സ്ഥിതി ചെയ്യുമോ അവിടെയാണ് നക്ഷത്രമുള്ളത്. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന ഇടത്ത് കേതു വന്നു കഴിഞ്ഞാൽ മാനസികമായ സംഘർഷങ്ങൾ വളരെ അധികം തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരും. കാരണം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും ഒരു സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ചിന്തിച്ച് മുന്നേറുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മേൽ വരുന്ന പെട്ടെന്ന് വരുന്ന ചില പഴികൾ, കുറ്റങ്ങൾ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പെട്ടെന്നുള്ള ഒരു പ്രതികരണം, അത് വീട്ടിനുള്ളിലാണെങ്കിലും സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും അമ്മ അച്ഛൻ തുടങ്ങിയവരാണെങ്കിലും ശരി, പുറമെ ആര് പറഞ്ഞാലും നിങ്ങൾക്കത് അംഗീകരിച്ചു കൊടുക്കാനായിട്ടുള്ള മനോഭാവം അവിടെ വരില്ല. അപ്പോൾ മനസ്സിനെ വല്ലാതെ ബാധിക്കുമ്പോൾ ഇവിടെ രാഹു രണ്ട് വിധത്തിൽ ചിന്തിച്ച് അവിടെ എതിർ ഭാവത്തിലേക്കുള്ള ഒരു ചിന്താഗതി കൊണ്ടുവരികയും പെട്ടെന്ന് മറുപടി പറഞ്ഞ് അവിടെ ശോഭിക്കുന്ന സാഹചര്യങ്ങളും ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കും. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് രക്ഷകനായി നിൽക്കുന്നത് വ്യാഴ ഭഗവാനാണ്. അതായത് രാശിയുടെ 11ാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ചിന്താഗതികളെ പ്രാപ്തമാക്കുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കും. അതായത് വിവേകത്തോടു കൂടി ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവം തരും. അപ്പോൾ വരുന്ന പ്രശ്നങ്ങളെ ലഘൂകരിച്ച് സമാധാനപരമായി കൊണ്ടുപോകാനായിട്ട് വ്യാഴൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങളെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ അത് ഗുരുവിൻ്റെതായ, അതായത് വ്യാഴത്തിൻ്റെതായ ആ ഒരു മനോഭാവം അങ്ങനെയാണ്. അതായത് ഗുരു എന്ന് പറയുന്നത് എപ്പോഴും ഉപദേശകന്റേതായ ഒരു സ്ഥാനമാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സിന് ഒരു നല്ല മനോഭാവത്തെ നൽകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എടുത്തു ചാടി മറുപടി പറയരുത് എന്ന് മനസ്സ് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുവാൻ പാടുള്ളതല്ല. ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു മറുപടി പറയുക. പെട്ടെന്ന് നിങ്ങൾക്ക് ക്ഷോഭമുണ്ടാകും. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. അതാണ് ഞാനിങ്ങനെ നിങ്ങളോട് വ്യക്തമായി പറയുന്നത്. വ്യാഴം നിങ്ങൾക്ക് ഇങ്ങനെ അനുകൂല ഫലം നൽകുമെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ രാശിയിൽ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ശനി ഭഗവാൻ മറ്റു രീതിയിൽ ചിന്തിപ്പിക്കുകയും നിങ്ങൾക്ക് അകാരണമായ ശത്രുത ഉണ്ടാക്കുകയും ചെയ്യും. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളണം. അപ്പോൾ ശനിയെ അവിടെ വളരെ അധികം സ്ലോ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പിന്നിൽ നിന്നും കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. നമുക്ക് അനുകൂലമാണ് എന്ന് തോന്നുന്നവരെ നമുക്ക് ശത്രുതാ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അവിടെ 100% മനസ്സിലാക്കണം. ഇവിടെ ജന്മരാശിയിലുള്ള കേതുവും അതുപോലെ തന്നെ 7ാം ഇടത്തുള്ള രാഹുവും നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നന്മ ചെയ്യുമെന്ന് നിങ്ങൾ ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കരുത്. കാരണം ഈ ചിങ്ങം രാശിയെ കണക്കാക്കി വരുമ്പോൾ അത് വളരെയേറെ മോശമായ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുക. കാരണം ഇരിക്കുന്ന തൊഴിലൊക്കെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവും, ഇല്ലാത്തവർക്ക് തൊഴിൽ നൽകുന്ന സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ പോസിറ്റീവായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അത് നിങ്ങൾക്ക് നെഗറ്റീവായി വരുന്ന ഒരു സാഹചര്യം അവിടെ കൃത്യമായിട്ടും ഉണ്ടാക്കും. ഇപ്പോൾ ചന്ദ്രന്റേതായ രാശിയിൽ തന്നെ ഈ കേതു വരുന്നത് കൊണ്ട് തന്നെ മനസ്സിന് വല്ലാത്ത ദുഃഖങ്ങളുണ്ടാകും. കാരണം അകാരണമായ പഴികൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം കേതു അവിടെ ഉണ്ടാക്കും. കേതുവിൻ്റെതായ ഒരു പ്രത്യേകത, നമ്മൾ എന്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും കേതു നമുക്ക് അവിടെ നൽകില്ല. അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ എടുക്കണം. കാരണം നിങ്ങൾ എന്തെങ്കിലും എനിക്കിന്ന് ജോലിയൊന്നും വേണ്ട, എനിക്ക് കാശ് വേണ്ട എന്നുള്ള തീരുമാനം നിങ്ങൾ അവിടെ വരുന്നതാണ്. കൃത്യമായിട്ടും ആ ഇടത്ത് നിങ്ങളെ ജോലിക്ക് വിളിച്ച് നിങ്ങൾക്ക് അന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നല്ല രീതിയിൽ ഇന്നത്തെ ഇടം നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പോയാൽ അന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇത് കേതു കൃത്യമായിട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് തിങ്കിങ് അവിടെ നിങ്ങൾക്ക് വേണമെന്നാണ് കേതുവിൻ്റെതായ ഈ ജന്മസ്ഥാനം വെച്ചിട്ട് പറയാനായിട്ട് എനിക്കുള്ളത്. അപ്പോൾ അമ്മ, അതുപോലെ തന്നെ അമ്മ വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സഹായങ്ങളൊക്കെ കിട്ടാൻ അവർക്കും ഒരു ദുഃഖാവസ്ഥ ഉണ്ടാകുന്നത്. കാരണം നിങ്ങളുടേതായ ഒരു അവസ്ഥ കണ്ട് അവർക്കും ദുഃഖാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഭാര്യ ഭർത്തൃബന്ധം അവർക്കൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല രീതിയിൽ പോകുന്ന ഇടങ്ങളിൽ അകാരണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും ഈ കേതു എന്ന് പറയുന്ന ഗ്രഹം. ഒപ്പം തന്നെ ഈ ഭർത്താവിനൊക്കെ ചിലപ്പോൾ ആശുപത്രി വാസങ്ങളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാവും. ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്കുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭർത്താവിനിങ്ങനെ ആശുപത്രി വാസങ്ങൾ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ കേതു കൃത്യമായിട്ടും നിങ്ങൾക്ക് ചെയ്യും. അതുപോലെ മനസ്സിന് ഒരു വിധത്തിലും ഒരു സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്ന ഒരു സാഹചര്യം രാഹു ചെയ്യില്ല. കാരണം എടുക്കുന്ന എല്ലാ നല്ല തീരുമാനങ്ങളെയും നമ്മളെ നെഗറ്റീവായ വഴിക്ക് നടത്തിക്കും ഈ രാഹു. കാരണം നമ്മളെ കുറച്ച് അലയാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാക്കും. ഇന്ന് നടക്കേണ്ട കാര്യം നമുക്ക് നടന്നു കിട്ടുക ഒരു 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അത്രത്തോളം സമയങ്ങളിൽ നമ്മളെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യവും ഈ രാഹു അവിടെ ചെയ്യുമെന്നുള്ളതും സത്യമാണ്. ഇവിടെ അനുകൂലമായ ഒരു ഫലം തരുന്നത്
ചിന്തിക്കുമ്പോൾ വ്യാഴൻ മാത്രമാണ്. ഇവിടെ ഈ പഴിയൊക്കെ ഈ രാഹു കേതുവിന്റെ പേരിലാണ് വരുന്നതെങ്കിലും അതിനുള്ള മുൻതൂക്കം നൽകുന്നത് ശനിയാണ്, അഷ്ടമ ശനിയാണ്. ഒപ്പം തന്നെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ ഇളയ കുട്ടി, ആ കുട്ടിയോട് വളരെയധികം ശ്രദ്ധ വേണമെന്നുള്ളതാണ്. കാരണം ഈ കുട്ടിയുമായിട്ട് വാക്ക് തർക്കങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. കാരണം ഇപ്പോൾ സ്കൂളിലൊക്കെ 10ാം ക്ലാസ് 12ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധ വേണം. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. ചിലപ്പോൾ ഇപ്പോഴുള്ള കുട്ടികളെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, പത്രവാർത്തകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തു ചാടി ഉള്ള വാക്കുകളൊക്കെ വന്നു പോയാൽ അവിടെ നമുക്ക് നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കുട്ടിയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ വളരെയേറെ ചിന്തിച്ച് ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വേണം, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞു വേണം മറുപടിയൊക്കെ പറയുവാനായിട്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മക്കൾക്ക് ഇപ്പൊ പഠിച്ച് ഇപ്പൊ ജോലിക്കൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവർക്ക് ആ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം, തൊഴിൽ ഇടത്ത് മക്കൾക്ക് ഉയർന്ന പദവി ലഭിക്കുന്ന സാഹചര്യം, ഉയർന്ന ശമ്പളം ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും തീർച്ചയായിട്ടും ഈ രാഹു കേതു എന്നീ 2 ഗ്രഹങ്ങളും അവിടെ ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തീർക്കണം. അപ്പോൾ ഇതാണ് രാഹു കേതു നിഗരം. അതായത് ഇത് അനുഭവിക്കുന്ന വ്യക്തിക്ക് നെഗറ്റീവ് നൽകിയാലും മക്കൾക്ക് പോസിറ്റീവ് നൽകുന്നത്. അപ്പോൾ നന്മയും തിന്മയും അവരിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ നല്ല രീതിയിൽ തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നെഗറ്റീവും സംഭവിക്കും. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും വരും. അപ്പോൾ അവർ എടുത്തു ചാടിയുള്ള മറുപടികളൊന്നും തന്നെ എടുത്തും പറയുവാനായിട്ട് പാടില്ല. കാരണം ഇവിടെ ഒരു പോസിറ്റീവ് രാഹു അവിടെ ചെയ്യുമെങ്കിലും കേതു നെഗറ്റീവ് ചെയ്യും. രാഹു മക്കൾക്ക് ജോലി കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാക്കുകയാണെങ്കിൽ കേതു അവിടെ തടസ്സപ്പെടുത്തും. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ മാനസികമായ സംഘർഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും. ഈ ഒരു കാലഘട്ടത്തിൽ പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വളരെയധികം കരുതൽ വേണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പണം കൊണ്ട് ആ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ കളക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പണമൊക്കെ ചിലപ്പോൾ ലോസായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. തൊഴിലിടങ്ങളിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പണം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ കരുതലോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് അല്പം സമയം എടുത്തിട്ടാണെങ്കിലും ശരി അത് ക്ലിയർ ചെയ്ത് അത് എഴുതി വച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അകാരണമായി നിങ്ങൾ പഴിയെടുക്കുന്ന സാഹചര്യം തീർച്ചയായിട്ടും അവിടെ വരും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു 70% നിങ്ങൾക്ക് നടക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. 30% നിങ്ങളുടെ സ്വയം ജാതകത്തിൽ ഏത് ഗ്രഹങ്ങൾ ഏത് ദശ നടത്തുന്നുവോ അതിനനുസൃതമായിട്ടായിരിക്കും അതിൻ്റെതായ ഒരു ഫല വ്യത്യാസങ്ങളൊക്കെയും വരിക. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചിലർക്ക് നടക്കുന്നു ചിലർക്ക് നടക്കുന്നില്ല എന്നൊക്കെ പരാതികൾ കമന്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്വന്തമായ സ്വയം ജാതകത്തിൽ ലഗ്നവശാൽ ലഗ്നം എവിടെ സ്ഥിതി ചെയ്യുന്നുവോ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളാണ് ഓരോ ജാതകത്തിലും വരിക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ അതിൻ്റെതായ പ്രഭാവവും ഗ്രഹങ്ങളുടെ ബലവും കാരകത്വവും ഒരു കാരണമായി മാറും. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ രാശിഘട്ടങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫലങ്ങൾ ഉണ്ടാവും. നല്ല രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ല ഫലവും നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാണ്. ഈ രാഹു കേതുവിൻ്റെതായ ഒരു സെക്കൻഡ് പോർഷനും നിങ്ങൾക്കുണ്ടാകും. കുറച്ചുകൂടി വ്യക്തത വരുത്തിയ ഒരു പോർഷൻ ഉണ്ടാകും. അതായത് ഇപ്പോൾ 18ാം തീയതി ആ കാലഘട്ടത്തിലാണ് ഈ രാഹുവിൻ്റെ കേതുവിൻ്റെ മാറ്റം വരുന്നത്. അപ്പോൾ ഈ ഓരോ സമയത്തിനനുസരിച്ചുള്ള ആ ഒരു മാറ്റം കാൽക്കുലേഷൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് മറുപടി നൽകുക. ഇപ്പൊ ശനിയുടേതായ മാറ്റം വന്നത് തന്നെ കറുത്ത വാവ് സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെതായ ഒരു ബലവും നമുക്ക് മനസ്സിലാക്കണം. കാരണം ശനി കറുത്ത വർഷ സമയത്ത് അതീവ ബലവാനാണെന്നുള്ളതാണ്. അപ്പോൾ രാശി മാറി വന്ന് അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആർജവ ശക്തി വളരെ അധികം കൂടുതൽ തന്നെയാണ്. പകലാണെങ്കിൽ അത്രത്തോളം നമുക്ക് കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിപ്പോ ഈ കറുത്തപക്ഷ സമയത്ത് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ അദ്ദേഹത്തിൻ്റെതായ ബലം പൂർണ്ണം തന്നെയാണ്. ചിന്തിക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുപോലെ വ്യാഴത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്.